അറിവില്ലാത്ത അടികൾ ആചാരപ്രകാരം പോലെ ജീവിക്കുന്ന കുടുംബത്തിൽ അനുകൂലപ്പെട്ടു വരണമേ നമ്മുടെ സർവീസിൽ വ്യക്തിയ പങ്കിലും പേര് കളിക്കുന്ന ഒരാളെ വിജയമാങ്ങളുണ്ടാക്കി എന്നെ വിളിച്ച് ഇപ്രകാരം പോലെ ഞാൻ ഇറങ്ങി വന്ന് വേല ചെയ്തിട്ടുണ്ട് കേട്ടോ. സങ്കടപ്പെടണ്ട, വ്യസനങ്ങളൊക്കെ ഞാൻ തീർക്കാൻ ഒരേ ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കരിങ്കാളിയെ പറ്റിയാണ്. ക്ഷേത്ര ഉത്സവങ്ങളിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഇനമാണ് കരിങ്കാളി. കൂറ്റനാട് എളവാതുക്കൽ പൂരത്തിന് വന്ന കരിങ്കാളിയുടെ ഒപ്പം നമ്മൾ കുറച്ചു നേരം കൂടുകയാണ്. അവർ ഒരുങ്ങുന്നതും അവർ വേഷം കെട്ടുന്നതും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂറ്റനാട് തൃത്താല റോഡിലുള്ള കുരുവാടി ഷാപ്പ്, പ്രയാഗ സർവീസ് സ്റ്റേഷനുള്ള കുരുവാടി ഷാപ്പ്, ആ ഷാപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇന്നിവിടെ ഈ കരിങ്കാളി ടീമിനെ രംഗത്തിറക്കിയിട്ടുള്ളത്. അവരുടെ കൂടെ നമ്മൾ കൂടുന്നു, അവരുടെ കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഓക്കെ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, കരിങ്കാളി കിട്ടുന്നതിന് നിരവധി തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ 3 കളങ്ങൾ. ഇത് ഉത്തമം, മധ്യമം, അധമം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രോത്സവത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കരിങ്കാളി പുറപ്പെടുന്നുള്ളൂ എങ്കിലും അതിൻ്റെ കലാകാരന്മാർ രാവിലെ വന്നതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ കരിങ്കാളി വരുന്നത് കൂറ്റനാട് എളവാതുക്കൽ ക്ഷേത്രത്തിൻ്റെ പൂരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ പൂരത്തിന് അവിടെ കമ്മിറ്റിക്കാർ പ്രധാനമായിട്ടും ഒരു ആനപ്പൂരം കൊണ്ടുവരും. പിന്നെ വരുന്ന മുഴുവൻ ഉപകമ്മിറ്റിക്കാരാണ്. പല ഭാഗത്തു നിന്നും പ്രദേശത്തു നിന്നുള്ള വിവിധ കമ്മിറ്റിക്കാർ അവരെ കളികൾ, ചിലത് ശിങ്കാരിമേളാവാം, പഞ്ചാരിമേളാവാം, മറ്റേ ആനപ്പൂരമാവാം, നാടൻ കളികളാവാം, അങ്ങനെ പലതും കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ കരിങ്കാളി കൊണ്ടുവന്നിരിക്കുന്നത് തൃത്താല റോഡിലെ നമ്മുടെ കുരുവാടി ഷാപ്പിൻ്റെ ആൾക്കാരാണ്. അവിടുത്തെ കസ്റ്റമേഴ്സും അതിൻ്റെ ഓർഡറും സ്റ്റാഫും എല്ലാം ചേർന്ന ഒരു ടീം. നമ്മളിപ്പോൾ കുരുവാടി ഷാപ്പ് ഒന്ന് കയറി കാണുകയാണ്. ഇത് വളരെ മനോഹരമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓ, നമസ്കാരമുണ്ട്. പരിപാടിക്ക് ഉഷാറാക്കണ്ടേ? ഉഷാറാക്കണോ? നോക്കല്ലേ അതെ, കുരുവാടി ഒരുവെള്ളം കുരുവാടി കുരുവാടി പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ കട, അകത്ത് കയറി നോക്കിയാൽ വിശാലമായ ഷോറൂം എന്ന പരസ്യവാചകം പോലെയാണ് ഈ കുരുവാടി ഷാപ്പ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു സംഭവമാണ്, പക്ഷെ അകത്ത് കയറിക്കഴിഞ്ഞാലാണ് വളരെ വൃത്തിയുള്ളൊരു സ്ഥാപനമാണ്. ചുമരും പരിസരമൊക്കെ നന്നായിട്ട് ഭംഗിയിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്നു. തറയൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നു. ഇതുണ്ട് പഴയ കാലത്ത് സിനിമയുടെ പോസ്റ്ററുകളൊക്കെയാണ്. ശരിക്കും നല്ല അട്രാക്റ്റീവായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കള്ളിൻ്റെ വിലയാണ് ഒരു ഗ്ലാസ്സിന് 40 രൂപ, കുപ്പി 85, ലിറ്റർ 130. ഓക്കെ, നല്ല ഭംഗിയിൽ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് ഇതേ വില തന്നെയാണ്. വിലക്കയറ്റൊന്നും കള്ളിന് അധികം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ അടുക്കള പോലെ ഉള്ളൊരു ഭാഗമാണ്. നമ്മൾ രാവിലെ ഇവിടെ കരിങ്കാളിയുടെ പരിപാടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ സംഘാടകരും ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ്. അവർ രാവിലെ തന്നെ പാട്ടും പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നു. സിനിമാ പാട്ടൊക്കെ വെച്ച് ഗംഭീര ഡാൻസും കളികളും. ഇതിപ്പോൾ സിനിമാ പാട്ടായതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ നിവൃത്തിയില്ല, കോപ്പിറൈറ്റ് അടിക്കുമല്ലോ. അതുകൊണ്ട് പാട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ പറച്ചിൽ മാത്രമാക്കി. അവർ വളരെ ഹാപ്പിയാണ്.
കരിങ്കാളി കെട്ടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പൂജയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. പൂജയൊക്കെ നടത്തുന്നത് തൊഴുക്കാട്ടുള്ള നമ്മുടെ രാജേട്ടനാണ് കേട്ടോ. കൂറ്റനാട് തൊഴുക്കാടാണ് രാജേട്ടൻ്റെ വീട്. ഇനി അടക്കാനുള്ള ചടങ്ങ് ദണ്ടൊഴിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ദോഷങ്ങളെല്ലാം തീർത്തു തരണമേ അമ്മേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. നെല്ല്, അരി, പൂവ്, ദക്ഷിണ ഇവയെല്ലാം കൂടി ഈ ശരീരത്തിൽ ഒഴിഞ്ഞിട്ട് അവിടെ കിണ്ടിയിൽ വയ്ക്കും. ദോഷങ്ങളെല്ലാം തീർത്തു തരണം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അലങ്കാരം നിശ്ചയിച്ച പ്രകാരം പോലെ ഇടത്തും വലത്തും മുമ്പും പിമ്പും നിന്ന് അരികമായി ഞങ്ങളെ ഏവരെയും കാത്തിരക്ഷിക്കണേ ഒന്ന് നമ്മുടെ ശരീരത്തിന് ഒഴിച്ചിട്ടേ ഈ കിണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതോ കഴുകി തൊടുകുറി അണിഞ്ഞ് ദേവി പ്രീതിക്കുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേവിയെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം കെട്ടി എഴുന്നള്ളാൻ. ഏട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് രാജൻ. രാജൻ. സ്ഥലം ഇവിടെ തൊഴുക്കാട്, കൂറ്റനാട് തൊഴുക്കാട് അല്ലേ? അമ്പലത്തിൻ്റെ വടക്ക് ഭാഗം. ആമക്കാവ് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗം. അപ്പോൾ നമ്മുടെ ചടങ്ങുകൾ ഇപ്പോൾ ഇത് കഴിഞ്ഞു. എന്താണ് ഇതിപ്പോൾ നടന്ന ചടങ്ങിൻ്റെ പേരെന്താണ്? കരിങ്കാളി തുടക്കം പൂജ അല്ലേ? പൂജ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി കെട്ടി പുറപ്പെടുക. കെട്ടി പുറപ്പെടുക അല്ലേ? ഓക്കെ. ഏട്ടാ എത്ര കാലമായിട്ട് ഈ രംഗത്തുണ്ട്? ഞാൻ ഈ രംഗത്തിലായിട്ടൊരു 10-35 വർഷമായിട്ടുണ്ട് അല്ലേ? ഓക്കെ. കുട്ടികൾ ആരൊക്കെ ഇതിൽ കൂടെ ഉള്ള ആൾക്കാർ? പേരൊക്കെ എന്താ? എൻ്റെ കുട്ടി ജിത്രാജ്. ജിത്രാജ് വേഷം കേട്ടിട്ടുണ്ടല്ലേ? ഇതിൻ്റെ ശിഷ്യന്മാരാണ്. പേരെന്താ ശിഷ്യൻ്റെ? വിനു. ഇത് അനിൽ. പിന്നെ അത് ജിത്തു അല്ലേ? ജിത്ത് നോക്കിയാ ജിത്ത് വേഷം കെട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ ആരൊക്കെ വേഷം കെട്ടുന്നത്? ശരി. ജിത്തും ചേട്ടനും കൂടി വേഷം കെട്ടും. ബാക്കി കൊട്ടുകാർ. ഓക്കെ. ഒരാളും കൂടി ഇല്ലേ? എന്താ പേര് പറയാം മക്കളെ? പേര് പറയാം. ബാലുകുമാർ. അവനത് പേരെന്താ? സുഭാഷ്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര പേരാ? 6 ആളല്ലേ? 7 ആൾ. 7 ആളുണ്ട്. ഒരാളെവിടെ ഉണ്ടോ? ആ ഓക്കെ. അമ്മയുടെ ഒരു രൂപമാണത്, കരിങ്കാളി. ഭഗവതിയുടെ രൂപം. ഭഗവതി. അപ്പൊ അമ്മ പിന്നെ കരിങ്കാളി ആയിട്ട് പിന്നെ കുട്ടികളെ നാടിനെ നാട്ടുകാരേനെ ഒക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ആണ് ഇരിക്കുന്നത്. അപ്പൊ അമ്മക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഒരു കാര്യമാണിത്. നമ്മുടെ ഒരു രൂപം കെട്ടിച്ചമയ്ക്കുക എന്നുള്ളതാണ് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേല പുറപ്പെടുന്ന സമയത്തൊക്കെ ഈ പറയാ സമുദായത്തിൽ പെട്ടവരൊക്കെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് വിത്തൊക്കെ എറിഞ്ഞിട്ട് അതുകൊണ്ട് ഗുണങ്ങളുണ്ട് ഇത്ര. അപ്പോൾ ഈ വസൂലിമാല ഉണ്ടാവണതിനൊക്കെ തടസ്സം, പിന്നെ കുഞ്ഞിനും കുട്ടികൾക്കും നാൽക്കാലി മൃഗത്തിനും എല്ലാവർക്കും പിന്നെ അല്ല ലാഭത്ത് കേട് വിഷബാധകളൊന്നും വാരിക്കോരി കൊടുക്കാതെ കണ്ട് അമ്മ പരമേശ്വരി ഇരിക്കുകയാണ്. ജനങ്ങളെയും നാട്ടുകാരെയും നാടിനെയും വീട്ടുകാരെയും കുട്ടികളെയൊക്കെ കാത്തിരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കരിങ്കാലിയും കോലങ്ങളൊക്കെ കെട്ടിട്ട് കാവിലേക്ക് പോണത്. പൂജാതി കർമ്മങ്ങളൊക്കെ അവസാനിച്ച് വേഷം കെട്ടാനുള്ള തയ്യാറെടുപ്പിലേക്ക് കിടക്കുകയാണ്. ഇത് കാലിൽ ഇഞ്ചുറി ആവാതിരിക്കാൻ വേണ്ടി ചെറിയ തുണി കൊണ്ടുവന്ന് കെട്ടുകയാണ്. ഇത് കച്ച തയ്യാറാക്കുകയാണ്. ഇത് കരിങ്കാളി വേഷം കെട്ടാനുള്ള തുടക്കമാണ്. കാലിൽ ചിലമ്പ് അണിയുന്നതിന് മുമ്പ് ചിലമ്പ് കിലുക്കുക. അപ്പോൾ കിലുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കരിങ്കാളി വേഷക്കാരൻ ധരിക്കുന്ന വസ്ത്രമാണ്. ഈ വസ്ത്രത്തിൻ്റെ പേര് ഞെറി എന്നാണ്. ഇപ്പോൾ വേഷക്കാരൻ്റെ കയ്യിൽ ഒരു തിരി കൊടുത്തിരിക്കുകയാണ്. കത്തുന്ന തിരിയാണത്. ഇത് പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കച്ച മുറുക്കുക എന്നുള്ളതാണ്. ശരീരത്തിലെ കറുത്ത നിറത്തിലുള്ള നീളത്തിലുള്ള കച്ച നല്ല ബലത്തിൽ ചുറ്റിക്കെട്ടുന്നു. കരിങ്കാളി വേഷത്തിൽ പ്രധാനപ്പെട്ട ഇനിയുമാണ് ഇനി ചെയ്യാനുള്ളത്. അതായത് തലച്ചിൽ കെട്ടുക. തലയിൽ കറുത്ത ശീല കെട്ടുന്ന പരിപാടി. അത് പൂജാതി കർമ്മം പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ചെയ്യുന്നത്. ആറയ്യപ്പന്മാരെ 100 ദേവന്മാരെ അറിവില്ലാത്ത അടികൾ ആചാരപ്രകാരം പോലെ ജീവിക്കുന്ന കുടുംബത്തിൽ അനുകൂലപ്പെട്ടു വരണമേ. തമ്പുരാട്ടി സർവീശ്വരി ഇളവാദിക്കില്ലമ്മേ, കാത്തിരക്ഷിക്കണേ. എന്റെ ചാമുക്കച്ചാവാരം വരെ പറഞ്ഞിരിക്കുന്ന പ്രകാരം പോലെ വായൂർ പറയാനും കിട്ടിയ പങ്കിലും പേര് കളിച്ച് ഒരാളെ വിജയമാങ്ങളുണ്ടാക്കി.
ആ കൈ ഒരു ആ മതി. തലച്ചിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പ്രവൃത്തി ദേഹത്ത് കരി പൂശുക എന്നുള്ളതാണ്. ചിരട്ട കരിച്ചെടുത്ത കരിയാണ് ഇത് ഉപയോഗിക്കുക. കരി അരച്ചെടുക്കും. കരി അരച്ചെടുത്ത് ദേഹത്തൊക്കെ പൂശും. അതിന് മുന്നോടിയായിട്ട് ഈ കരിങ്കാളി വേഷക്കാരൻ ഈ കരി എടുത്തിട്ട് ഭക്തരുടെ നെറ്റിയിൽ തേച്ച് കൊടുക്കും. ഭക്തരും അതുപോലെ കരി എടുത്തിട്ട് കരിങ്കാളിയുടെ നെറ്റിയിലും തേച്ച് കൊടുക്കും. ഇത് തൊടുകുറി അണിയിക്കുക എന്നാണ് ഈ പ്രവൃത്തിയുടെ പേര്. ഏവർക്കും തൊടുകുറി അണിയിച്ചതിന് ശേഷം കരിങ്കാളി വേഷക്കാരൻ സ്വന്തം മുഖത്ത് കരി തേക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം മുഖത്ത് പൂർണ്ണമായിട്ടും കരി തേച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സഹായി എത്തുകയാണ്. സഹായി എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി ഭാഗത്തും കൂടി തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ആയിട്ടില്ല പറയട്ടാ. നമുക്കിവിടെ രണ്ട് കരിങ്കാളി വേഷക്കാരുണ്ട്. ഒരു കരിങ്കാളി ദേഹത്ത് കരി തേച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ കരിങ്കാളി അദ്ദേഹം ഞെറി ധരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് തന്നെ റെഡിയാവും. രണ്ട് കരിങ്കാളും കൂടി ഒന്നിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോവുക. ഇപ്പോൾ ചെയ്യുന്നത് തോളാമ്പ് ധരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള രണ്ട് പട്ടകളാണ് ദേഹത്ത് ധരിക്കുന്നത്.
വളരെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന അരമണി ഈ വേഷത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അരമണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരിങ്കാളി വേഷത്തിൻ്റെ ഭാഗമായ മെയ്യാഭരണങ്ങൾ സഹായികൾ കരിങ്കാളിയുടെ ദേഹത്ത് ചാർത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ വേഷക്കാരനെ ധരിപ്പിക്കുന്നത് കരിങ്കാളി വേഷത്തിൻ്റെ ഭാഗമായ കണ്ണടയാണ്. ഇപ്പോൾ ധരിപ്പിക്കുന്നത് മൂക്കൂട്ടം എന്ന ആഭരണമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കുരുത്തോല കൊണ്ടുള്ള സാധനം അത് നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്നു എന്നതിനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ വേഷക്കാരനെ ധരിപ്പിക്കുന്ന ആഭരണത്തിൻ്റെ പേരാണ് ചെട്ടിയാകം. ഇപ്പോൾ കൈകളിൽ ഘടിപ്പിക്കുന്ന വസ്തുവിൻ്റെ പേര് വഞ്ചി എന്നാണ്. ഇത് കാട്ടുവെണ്ടച്ചെടിയുടെ തണ്ട് അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ തണ്ട് ഇവയെല്ലാം ചതച്ചെടുത്താണ് ഇത്തരത്തിൽ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ വേഷക്കാരൻ്റെ തലയിൽ കിരീടം ഉറപ്പിക്കുകയാണ്. കരിങ്കാളി വേഷത്തിൽ ഇതിനെ പറയുന്നത് മുടി എന്നാണ്. ഇത് ഈ കരിങ്കാളി വേഷത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങുമാണ്. കരിങ്കാളി വേഷം കെട്ടി പൂർത്തിയായതിനു ശേഷമുള്ള ചടങ്ങാണ് ഭഗവതി അരിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്.
സ്വാമി. ഓ അരിയിട്ട് തൊഴുത്ത് ഭഗവതിയെ പ്രാർത്ഥിച്ചതിന് ശേഷം കരിങ്കാളി ഭക്തർക്ക് ഭഗവതിയുടെ കൽപ്പന കൊടുക്കും. ആ കൽപ്പന കൊടുക്കുന്ന രംഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എന്റെ വൈദ്യുതരായവരും അമ്മേനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് പൊടിയും പൊടിത്തോളം ചെയ്തു, കയ്യും കുഴപ്പം ചെയ്തു, വാക്കും പലരും ചെയ്തു. അപ്രകാരം ഞാൻ സന്തോഷപ്പെട്ടിട്ടുണ്ട്. അമ്മയായിരിക്കുന്ന സാന്നിധ്യത്തിന് എന്നെ വിളിച്ച് ഇപ്രകാരം പോലെ ഞാൻ ഇറങ്ങി വന്ന് വേല ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ അടിയാഴ്ച ഏവർക്കും യാതൊരു ഗംഗേടും കൂടാതെ എന്റെ അടിയാന്മാരുടെ ഭവനത്തിലും വരുന്ന ഗംഗേടുകളെ ഞാൻ വിലവട്ടം തട്ടി നീക്കാൻ പോണം. ഒരേ നല്ല കാര്യത്തിന് എന്നെ വിളിച്ചോളൂ. ഞാൻ അറിഞ്ഞ് വേല ചെയ്തിട്ട് ഞാൻ നിവൃത്തിയാക്കി എന്നോളാം. വലിയ കാര്യത്തിന് എന്നെ വിളിക്കണ്ട കേട്ടോ. നല്ല കാര്യത്തിന് എന്നെ വിളിച്ചോളൂ. സങ്കടമുറവിളോട് കൂടി വന്നു കഴിഞ്ഞാല് എന്നെ എന്റെ അടിക്കാത്തിൽ എന്നെ വിളിച്ചാല് വിളിച്ച് വിട്ടുകാരം പോലെ ഞാൻ ഇറങ്ങി വന്നിട്ട് വേല ചെയ്ത് ഞാൻ കാര്യങ്ങൾ ഞാൻ നിവർത്തിക്കാറുണ്ട് കേട്ടാ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ അവിടെ ഇരിക്കുന്നത് കേട്ടാ. അപ്പോ ഏവരോടും കേട്ടോ ഒറ്റക്കൊറ്റക്കായിട്ട് ഞാൻ ഉത്തരിക്കുന്നില്ല. കമ്മിറ്റിക്കാരും ഏവരും സന്തോഷപ്പെടണം. അപ്പോ ഏവരുടെ ഭവനത്തിൽ വന്നിട്ടുള്ള വിഘ്നങ്ങളൊക്കെ വന്നുപോയി. ഇനി വിഘ്നങ്ങളൊന്നും വരാതെ കണ്ട് എന്റെ മക്കൾ മുഴുവൻ സമ്മാനങ്ങളെ ഞാൻ ഏവരെ ഞാൻ കാത്തിരിക്കാൻ പോകാം. ഈയടിയന്മാരുടെ നിഴല് പോലെ നിന്നിട്ട് 200 മേടിച്ചോളൂ കേട്ടാ. അപ്രകാരം പോലെ നല്ലച്ഛൻ്റെ വിധികൽപ്പന പ്രകാരം പോലെ എനിക്ക് കാത്തിരിക്കാൻ പറ്റും കേട്ടോ. സങ്കടപ്പെടണ്ട കേട്ടാ. വ്യസനങ്ങളൊക്കെ ഞാൻ തീർക്കുന്നുള്ളതാണ്. ഒരേ ഓ അപ്പോ മക്കൾ മുഴുവൻ സമ്മാനങ്ങളുടെ എന്ത് വിധനാണെച്ചാലും എന്നോട് അഭയം പ്രാപിച്ചാൽ ഞാൻ ഉപേക്ഷിക്കാറില്ല. എൻ്റെ അടിക്കാക്കിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടോ ഞാൻ നോക്കിക്കോളാം മക്കളെ. എല്ലാ സങ്കടമാണെങ്കിലും ഞാൻ വെറുതെയൊക്കെ കേട്ടോ. അതിനാണ് ഞാൻ എൻ്റെ നല്ല ചിന്ത പറയും പ്രാർത്ഥിച്ച് ഞാൻ കിഴക്കോട്ട് മുഖം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ വാതിന് മാത്രമേ ഇളയതുള്ളൂ. കാര്യത്തിന് ഞാൻ ഉണ്ടെങ്കിലാണ് പരിബോധിപ്പെട്ടോ. കാര്യം സങ്കടമൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. എന്ന് വിചാരാട്ടെ. അവിടെ ആളാണ് കാണിക്കാന്നല്ലേ പോലെ പോട്ടറ ആയെന്നെ അത് പോയിട്ട് പോലെ പൂരം നോക്ക് ഹായ് ആ
ഒരാളും കൂടി ഞാൻ ഒരാളെ എൻ്റെ കൂടെ പറഞ്ഞു പോയിട്ട് വരാം. ആ ഉഷാറല്ലേ? ഉഷാറാണ്. ഓ ഓക്കെ. ഞങ്ങൾ തല്ലില്ല, ആ ഞങ്ങൾ തല്ലില്ല, തല്ലിൻ്റെ ആൾക്കാരല്ല. Thank you.